അവനെ കണ്ടില്ലല്ലോ. അവനെന്താ പറ്റിയത്? സർ, ജോ ഇതുവരെ വന്നില്ലല്ലോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും അവനെ ശ്രദ്ധിക്കുന്നു. എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞാൻ അവൻ്റെ റൂമിൽ പോയിരുന്നു. എന്തോ ഒരു വല്ലായികയുണ്ട്. എന്തായാലും ഇന്നവൻ വരുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആ ദാ ജോ എത്തിയല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ജോ, എന്താ ഇത്ര വൈകിയത്? വേഗം ഇറങ്ങ്, നേരെ ഉച്ചയാവാൻ പോകുന്നു. ഈ ഉഴപ്പം കൊണ്ട് കിടന്നാലേ ട്രാക്കിൽ എവിടെ എത്താൻ പറ്റില്ല. ആണുങ്ങൾ കപ്പം കൊണ്ടുപോകും. ദാ ഗൗതമനെ നോക്ക്. അതാണ് ഡിസിപ്ലിൻഡ് ആയ അത്ലറ്റിന്റെ ലക്ഷണം. മനസ്സിലായോ? വേറെ റെഡിയാവുന്നു. ശരി സാർ. ജോ, എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത നീ? എപ്പോൾ വിളിച്ചു? ഇന്നലെയും വിളിച്ചു, മിഞ്ഞാന്നും വിളിച്ചു. ആ, ഞാൻ അറിഞ്ഞില്ല. നീ വേഗം വാമപ്പായി വാ, നമുക്കൊന്ന് ഓടണം. ഓക്കെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആ ഗൗതം ഭായ്, ജോ. ആ എന്താ, അവൻ ചത്തോ? അല്ല, പിന്നെ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവൻ കുഴഞ്ഞു വീണു. നന്നായി. ഇനി അവൻ നീണ്ട മയക്കത്തിലേക്ക് വഴുതി വീഴും. പിന്നെ മെല്ലെ മെല്ലെ. ഗൗതം, നിന്റെ ട്രാക്കിൽ നീ മാത്രമേ ഉള്ളൂ. ഗോ ഹെഡ്. It's a new model hatchback car with excellent performance, sir. നമ്പ്യാർ സാറേ. ഹലോ മുകുന്ദൻ. ഇതെന്നാ സർപ്രൈസാ? ഇതെപ്പോ കയറുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എപ്പോ വന്ന് സ്റ്റേജിൽ നിന്ന്? ഞാനിവിടെ തന്നെ ഉണ്ട്, 6 മാസമായിട്ട് ഇവിടെ. ഒരു മിനിറ്റ്. ഹലോ ജോ. സർ, ഞാൻ ഐശ്വര്യ, ജോയുടെ ഫ്രണ്ടാണ്. ആ ആ ആ ഐശ്വര്യ പറ. സർ, ജോയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റൽ എന്നാ പറ്റി? എന്താണെന്നറിയില്ല. കാലത്ത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തലചുറ്റി വീണു. ഇതുവരെയും ബോധം വീണിട്ടില്ല. ഈശ്വര, എന്നിട്ട് ഇപ്പൊ ICU-ല. ഐശ്വര്യ. ഹലോ ഐശ്വര്യ. പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും, ഐ മീൻ റിലേറ്റീവ്സ്? വീട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല, അറിയിച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്താ ഡോക്ടർ? പേഷ്യൻ്റ് മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ അങ്ങനെ എന്തെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളാണോ? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്കില്ല. പക്ഷേ റിസൾട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ നമ്മളല്ലോ തീരുമാനിക്കുന്നത്.
മോനെ, എന്റെ മോൻ എന്നാ പറ്റിയേ? പറ, എന്റെ ജോ എവിടെ? എന്റെ മോൻ എന്നാ പറ്റിയേ? സമാധാനമായിരിക്കും. ദേ പ്രിൻസിപ്പാളും ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുമല്ലേ. ജോയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മച്ചി വിഷമിക്കണ്ട മോളെ, ചേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മേ, അമ്മച്ചി, അമ്മേ, അയ്യോ, അമ്മേ, അമ്മച്ചി, അമ്മേ, അമ്മച്ചി, അമ്മച്ചി, അമ്മേ. ആ, എന്താ സാർ? ഞാൻ വന്നത് സ്പോർട്സ് കൗൺസിലിൽ നിന്നും ഫോണുണ്ടായിരുന്നു. നാഷണൽ മീറ്റ് അടുത്ത മാസം 5-ാം തീയതി തുടങ്ങും. ജോയെ വിവരം അറിയിക്കണം. ആ, എന്തായാലും 1 മാസത്തെ സമയമുണ്ടല്ലോ സാർ. നാഷണൽ മീറ്റും കോച്ചിങ് ക്യാമ്പും കൊച്ചിയിൽ വെച്ചാണ് നടത്തുന്നത്. അതൊരു തരത്തിൽ ഭാഗ്യമായി. ജോയ്ക്ക് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ നേട്ടമായനെ. സ്പോർട്സിൽ ഇങ്ങനെ ചില ദൗർഭാഗ്യങ്ങളുണ്ട്. മുഹൂർത്ത സമയത്ത് അപ്രതീക്ഷിതമായ അപകടങ്ങൾ. ഇത് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് അല്ല. ജോയുടെ കാര്യത്തിൽ കരുതി കൂട്ടി ഏതോ ദുഷ്ടശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുമാനം.